ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പിസ്സ ഉണ്ടാക്കിയാലോ. നമ്മളിത് നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതും നമ്മൾ ആട്ടമാവ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈസ്റ്റ് ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിസ്സ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാം എന്നുള്ള ടിപ്സൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. പുറമെ നല്ല ക്രിസ്പി എന്നുള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു പിസ്സ നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ പുളി കുറവുള്ള നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കാം. ഒപ്പം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു വലിയ നുള്ള് ബേക്കിംഗ് സോഡാപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ ഇവിടെ 1/2 ടീസ്പൂണിൻ്റെ താഴെ കണ്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇത് കറക്റ്റാണ്. അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ബബിൾസൊക്കെ ഉണ്ടാവും, അതിൽ ആക്റ്റീവ് ആവുന്നത് നമുക്ക് കാണാം. ഇനി ഇതിലേക്ക് അപ്പം തന്നെ നമ്മൾ ഒട്ടും സമയം വൈകിക്കാണ്ട് 1 കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതൊന്ന് മിക്സാക്കുക. പിന്നെ നമ്മൾ തൈര് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് മിക്സാക്കുക. ഇതിലേക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളത്തിന് പകരം നമ്മൾ തൈര് ഒഴിച്ചിട്ട് വേണം ഈ ഒരു മാവ് നന്നായിട്ട് മിക്സാക്കി എടുക്കണമെങ്കിൽ. നമ്മൾ അതിൽ പറ്റി പിടിച്ചിട്ടുള്ളതെല്ലാം നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അതുപോലെ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴക്കരുത്. ഇത്തിരി കൂടി കൂടുതൽ തൈര് ഒഴിച്ചിട്ട് തന്നെ ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഓയിൽ ഒഴിച്ചതിന് ശേഷം പ്രസ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് നേരം ഓയിലൊക്കെ ഒന്ന് അതിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ശരിക്കും കൈകൊണ്ട് തന്നെ കുഴച്ച് ഒന്നും കൂടെ ഒരു 2 മിനിറ്റ് കൂടെ അടിച്ച് ഇതുപോലെ തന്നെ കുഴച്ചെടുക്കാം. അഥവാ നമ്മുടെ മാവ് കുറച്ചധികം സ്റ്റിക്കിയായി എന്ന് വിചാരിക്കുക, പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പൊടി തൂവിയിട്ട് ഒന്ന് ഇടയ്ക്ക് തിരിച്ച് പൊടി ഇട്ടിട്ടൊന്ന് തൂവിയിട്ട് നമുക്ക് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിതാ നമ്മുടെ പിസ്സ ബേസ് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ നന്നായി കുഴച്ച് ഇതുപോലെ സ്റ്റിക്കായിട്ടുള്ള ഡോ തന്നെ ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു അലുമിനിയം ട്രേയിലാണ് ഞാനിവിടെ ഉണ്ടാക്കണത്. അത് നമുക്ക് അലുമിനിയത്തിൻ്റെ നിങ്ങളുടെ പാത്രങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. സ്റ്റീലിനെക്കാട്ടും നല്ലത് അതാണ്. സ്റ്റീലാകുമ്പോൾ പെട്ടെന്ന് അതിൽ ഹീറ്റ് കൂടുതലായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് അടിഭാഗം കരിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അലുമിനിയം പാത്രം വേറെ അലുമിനിയത്തിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് എണ്ണ പരത്തിയിട്ട് ഒന്ന് പൊടി തൂയി കൊടുത്താൽ മതി. ആട്ടപ്പൊടി ഒന്ന് തൂയി കൊടുത്ത് തട്ടിയെടുത്താൽ മതി. അപ്പോൾ അത് ഒട്ടി പിടിക്കില്ല. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ പ്ലേറ്റ് തിരിച്ച് നമ്മൾ ചുറ്റിനും അങ്ങനെ പരത്തി വലുതാക്കിയെടുക്കാം. സൈഡൊക്കെ ഇതുപോലെ പിസ്സയുടെ പോലെ ഇത്തിരി കനത്തിൽ സൈഡ് ഭാഗം മാത്രം, നടുവൊക്കെ നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം. അതിലേക്ക് 1 നുള്ള് അജ്വൈനാണ് കേട്ടോ, അയമോദകമാണ്. ഇതിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ പിസ്സയ്ക്ക് ഉണ്ടാവുക. എല്ലായിടത്തേക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് വെച്ചെടുക്കാം. പിന്നെ കറുത്ത എള്ളോ അല്ലെങ്കിൽ വെളുത്ത എള്ളോ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഈ സമയത്ത് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിസ്സയുടെ എത്ര പീസസ് ആണ് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് വെക്കണത്. അപ്പോൾ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പിസ്സ വെന്തതിന് ശേഷം എടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഈസി ആയിട്ട് പിസ്സ ആ പ്ലേറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോരും. പിന്നെ മാത്രമല്ല ചീസും നന്നായിട്ട് വലിഞ്ഞിങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഫോർക്കോ അല്ലെങ്കിൽ കത്തിയോണ്ടോ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്കൊന്ന് എയറൊക്കെ കയറി നന്നായിട്ട് വെന്ത് വരാനായിട്ടാണ്. അങ്ങനെ നന്നായി ഹോൾസ് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ കെച്ചപ്പ് മാത്രമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് ഉണ്ട്, അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അത് 3 എണ്ണം ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പച്ചക്കറിയിലേക്ക് നമ്മളിവിടെ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുത്തിപ്പൊടിച്ച് മുളക് പൊടിയും പിന്നെ ഒറിഗാനോ മസ്റ്റായിട്ട് നമ്മൾ പിസ്സയിൽ ചേർക്കണം കേട്ടോ. ഇത്തിരി നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചുറ്റിനും ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം സവാള മാത്രമാണ് ചേർത്തിട്ടുള്ളത്. സവാള എന്തായാലും ചേർക്കണം, എന്ത് പച്ചക്കറി ചേർക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് വെന്ത് വരുമ്പോൾ. ഇനി നമ്മൾ ഫ്രൈ പാൻ 2 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാനാണ്. പാനിൽ നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, സ്റ്റീലിൻ്റെ തന്നെ സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് മൂടി വെച്ച് വേവിക്കുക. ഹോൾ ഉണ്ടെങ്കിൽ ഞാൻ ഹോളിൽ ഇതുപോലെ ഒന്നെങ്കിൽ ഫോയിലോ അല്ലെങ്കിൽ ഞാൻ ബട്ടർ പേപ്പറാണ് വെച്ചിട്ട് ഫുള്ള് അടച്ചിടണം. നല്ല എയർ ടൈറ്റായിട്ട് തന്നെ മൂടി വയ്ക്കുക. ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ ഹാർഡായിട്ട് വരും. നമ്മളങ്ങനെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കുക. ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെറുതായിട്ട് അരിഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അത് വീണ്ടും കൂടിയിട്ടുണ്ടാവും, എന്നാലും നമുക്ക് സാധാരണക്കാട്ട് മുറിക്കാനായിട്ട് ഇത്തിരി കൂടി ഈസി ആയിരിക്കും കട്ട് ചെയ്ത് വെച്ച കാരണം. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല തിന്നായി പരത്തിയതാണ്, കുറച്ച് വീർത്ത് വന്നിട്ട് ആവശ്യത്തിനുള്ള കനത്തിലുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഞാൻ കാണിച്ചു തന്നില്ല, ഇതുപോലെയാണ് അടിഭാഗം
ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അടിഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും വെന്തിട്ടൊക്കെ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്.